എടപ്പാടി കെ പളനിസ്വാമിയുമായി സഖ്യത്തിലേക്ക് അമിത്ഷാ എത്തിച്ചേർന്നെങ്കിൽ പോലും വാസ്തവത്തിൽ താഴെത്തട്ടിൽ ആ രീതിയിലല്ല പ്രവർത്തനം എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. നമുക്കറിയാം അവിടെ തമിഴക വെട്രി കഴകം ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കും എന്നത് ഓർത്തുകൊണ്ടാണ് BJP ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ DMK നേരിട്ട് എതിർക്കാൻ അവർക്ക് ശേഷിയില്ല. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ പോരാട്ടം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ സഖ്യകക്ഷികളിൽ നിന്നും DMK സീറ്റ് പിടിച്ചു വാങ്ങി കോയമ്പത്തൂരിൽ നിന്നുകൊണ്ടാണ് അന്നാമലയെ കെട്ടുകെട്ടിച്ചത്. അതുപോലെയുള്ള സന്ദർഭങ്ങൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് DMK അവിടെ പരിശ്രമിക്കുന്നത്. വലിയ തോതിലുള്ള അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും ഒക്കെ DMK നേരിടുന്നുണ്ടെങ്കിലും വർഗീയതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ള സ്റ്റാലിന്റെ നിതാന്തമായ പോരാട്ടം അത് ഏറെക്കുറെ തമിഴ്നാട്ടിൽ കൃത്യമായി അത് വില പോകുന്നുണ്ട് എന്നുള്ളതിന്റെ കാരണം കൊണ്ടാണ് BJPക്ക് ഹൈപ്പ് കിട്ടാതിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് തമിഴക വെട്രി കഴകത്തിന് പ്രശാന്ത് കിഷോറുമായി ബന്ധപ്പെട്ട് ഉള്ള കരാറാണ്. ആ കരാറ് പ്രകാരം പ്രശാന്ത് കിഷോർ 2025 ഡിസംബറോട് കൂടി, അതായത് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വരാജ് പാർട്ടി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും തമിഴക വെട്രി കഴകവുമായി ബന്ധപ്പെട്ട് വിജയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം സജ്ജീകരിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. വിജയ് പിടിക്കുന്ന വോട്ടുകൾ DMKക്ക് പ്രതികൂലമാവുകയും അതുവഴി BJPക്ക് സാധ്യതകൾ ഏറുകയാണ് എന്നുള്ളതുമാണ് നായനാർ നാഗേന്ദ്രൻ, BJPയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് അധ്യക്ഷനാണ് നായനാർ നാഗേന്ദ്രൻ, അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഒന്ന് ചീഞ്ഞ് ഒന്നിന് വളമാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല. തമിഴക വെട്രി കഴകം ഏത് രീതിയിലാണ്, ഏത് പാറ്റേണിലേക്കായിരിക്കും പോകുക എന്നുള്ളതിന് വ്യക്തമായൊരു ധാരണയൊന്നുമില്ല. തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകൾ കേന്ദ്രീകരിച്ച് വിജയ് ഫാൻസ് അസോസിയേഷന്റെ പേരിൽ അവർ വിജയിച്ചു എന്നുള്ളതല്ലാതെ, വിജയ് കാര്യമായി ഒരു റാലി നടത്തി വിജയിപ്പിച്ചു എന്നുള്ളതല്ലാതെ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്കറിയാം മുതിർന്ന നടനായ കമൽഹാസൻ അദ്ദേഹത്തിന്റെ മക്കൾ നീതി മയം എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ പോരാട്ടം നടത്താൻ നോക്കിയതാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നോക്കിയതാണ്. അദ്ദേഹം അടക്കം കോയമ്പത്തൂരിൽ BJPയോട് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കമൽഹാസന്റെ ആയിരുന്നാലും വിജയുടെ ആയിരുന്നാലും രാഷ്ട്രീയ സന്ദേശം അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള സന്ദേശമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് ഏത് രീതിയിലായിരിക്കും ഇമ്പാക്ട് ഉണ്ടാക്കുക? BJPക്ക് ആ രീതിയിലേക്ക്, അതായത് തമിഴക വെട്രി കഴകത്തിന്റെ ഉദയം BJPക്ക് ആയിരിക്കും അത് ഗുണം ചെയ്യുക എന്നുള്ള പാറ്റേണിലേക്ക് ആയിരിക്കുമോ കൊണ്ടുപോവുക എന്ന് സർവ്വ മാധ്യമങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. രാജ്ദീപ് സർദേശായി ഇന്ത്യ ടുഡേയിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം DMKക്ക് തന്നെയാണ് സാധ്യത. തുടർച്ച കൂടുതൽ ബലവത്തായി കോൺഗ്രസും DMKയും തമ്മിലുള്ള സഖ്യം മുന്നോട്ട് പോവുകയും അവർ വിജയിക്കുകയും ഒരുപക്ഷെ DMKയുടെ മന്ത്രിസഭ വിപുലീകരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് കണക്കൂട്ടലിൽ വ്യക്തമാകുന്നത്.